നിലവിൽ അക്രമം നടത്തിയവരെ അറസ്റ്റ് ചെയ്യണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ ലാത്തി വീശി SFI പ്രവർത്തകർക്ക് നേരെ SFI പ്രവർത്തകരെ പരിക്കേൽക്കുകയും SFI പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശുകയും ഒക്കെ ചെയ്തിരുന്നു. അത് ചോദ്യം ചെയ്തുള്ള സംസാരമാണ് ഇപ്പോൾ ഒരു പ്രകോപനത്തിലേക്കും വീണ്ടും പോലീസ് അത്തരത്തിലൊരു ലാത്തിച്ചാർജിലേക്കൊക്കെ കടക്കുന്നത്. എന്തായാലും SFI പ്രവർത്തകർ വലിയ വികാരത്തിലാണ്. കാരണം വലിയ വിജയം യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് ഉണ്ടായിട്ടും പ്രകോപനം നടത്തിയത് KSU ആയിട്ടും, പക്ഷേ SFI പ്രവർത്തകർക്ക് നേരെ പോലീസ് തിരിഞ്ഞു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് നിലവിൽ ഇപ്പോൾ SFI പ്രവർത്തകർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും KSU പ്രവർത്തകരെ, അതായത് SFI പ്രവർത്തകർക്ക് നേരെ അക്രമം നടത്തിയ KSU പ്രവർത്തകരെ ഇറക്കിവിടണം എന്നുള്ളതായിരുന്നു SFI പ്രവർത്തകരുടെ പ്രധാന ആവശ്യം. പക്ഷേ അവർക്ക് സംരക്ഷണം നൽകിയപ്പോൾ KSU നേതാക്കളെയും പ്രവർത്തകരെയും മാറ്റിയിരിക്കുന്നു. കഴിഞ്ഞ തവണയൊക്കെ കണ്ടത് ഇത് തന്നെയാണ്. അക്രമം നടത്തിയ KSUക്കാരെ പോലീസ് സംരക്ഷണയിൽ മാറ്റുകയും ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാൻ കൂട്ടാക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു പോലീസ് ചില ഘട്ടങ്ങളിലൊക്കെ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന് സമാനമായ രീതിയിൽ ഉള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നിലവിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് നടക്കുകയും ചെയ്യുന്നത്. മനു, തീർച്ചയായും ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ വാർത്ത ഇപ്പോൾ നേരെ തരതിരിക്കും. ഈ ആക്രമണത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം SFIയുടെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള എല്ലാ ശ്രമങ്ങളും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ദൃശ്യങ്ങളടക്കം നമ്മുടെ മുൻപിൽ തെളിവായിട്ടുണ്ട് എന്നതൊന്നും അതിലൊരു വിഷയമേ ആകാൻ സാധ്യതയില്ല. ഇതിപ്പോൾ SFIയുടെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. വിജിൻ, മനു, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഏകദേശം 500-600 അടുത്ത വിദ്യാർത്ഥികൾ SFI പ്രവർത്തകർ ഈ യൂണിവേഴ്സിറ്റിക്ക് അകത്തുണ്ട്. പക്ഷേ വളരെ തുച്ഛമായ എണ്ണം KSU പ്രവർത്തകരും നേതാക്കളും മാത്രമാണ് ഉണ്ടായിരുന്നത്. SFI പ്രവർത്തകർ അങ്ങോട്ട് അക്രമം നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ KSU പ്രവർത്തകർക്കും അക്രമത്തിൽ പരിക്ക് പറ്റുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു സംഭവം നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷി ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒക്കെ SFI നേതാക്കൾ തന്നെ സംരക്ഷണം ഒരുക്കുന്ന കാഴ്ചയൊക്കെയാണ് ഇവിടെ കണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ SFIക്കെതിരായ കാലങ്ങളായി തുടരുന്ന ഒരു മാധ്യമവേട്ടയും ഒപ്പം തന്നെ മറ്റുള്ളവരുടെ അക്രമവും ഒക്കെ ഈ വിഷയത്തിലും തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം SFIക്കെതിരായ വാർത്തയായി ഇത് മാറ്റുകയും ചെയ്തിട്ടുണ്ടോ നിലവിൽ തന്നെ. എന്തായാലും ഇതിനിടയിലെല്ലാം വലിയ വിജയം SFIക്ക് വിദ്യാർത്ഥികൾ സമ്മാനിച്ചു എന്നുള്ളത് തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റി ഇത്തവണയും SFI നേടിയതിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മനഃപൂർവ്വം ഒരു പ്രകോപനം ഉണ്ടാക്കാനുള്ള നീക്കം KSUവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. അതാണ് അല്പം മുമ്പ് കണ്ടത്. അത്തരത്തിൽ വലിയ പ്രകോപനം ഉണ്ടാക്കുകയും അക്രമം നടത്തുകയും പുറത്തുനിന്നുള്ള യൂത്ത് കോൺഗ്രസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്യാമ്പസിലേക്ക് കല്ലുകളെടുത്തെറിയുകയും ക്യാമ്പസിൽ പുറത്തുപോയ വിദ്യാർത്ഥികളെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിനടുത്തേക്ക് ഓടിയെത്തിയ KSU പ്രവർത്തകരും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അല്പം മുമ്പ് വലിയ തരത്തിലുള്ള ഒരു കലാപകലുഷിത അന്തരീക്ഷത്തിൽ തന്നെയായിരുന്നു ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസും ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ പുറത്തുമുള്ള സാഹചര്യം എന്ന് പറയുന്നത്. എന്തായാലും പുറത്തെ സാഹചര്യം ഇപ്പോൾ നീങ്ങിയിരിക്കുന്നു. KSU നേതാക്കളെയും അക്രമം നടത്തിയ പ്രവർത്തകരെയും ഇപ്പോൾ പോലീസ് പുറത്തേക്ക് എത്തിച്ച് മാറ്റിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും SFI പ്രവർത്തകരെ ആക്രമിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം SFI ഉന്നയിക്കുകയാണ്. SFI പ്രവർത്തകർക്ക് തലക്കുൾപ്പെടെയാണ് ലാത്തിച്ചാർജിലും ഒപ്പം തന്നെ KSUക്കാരുടെ കല്ലേറിലുമൊക്കെ പരിക്ക് പറ്റുകയും ചെയ്തിട്ടുള്ളത്. അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ പോലീസിന് നേരെ SFI പ്രവർത്തകർ ബഹളമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. SFI നേതാക്കൾ അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ വിദ്യാർത്ഥികൾ വളരെ വികാരത്തിലാണ്. കാരണം ഈ വലിയ തരത്തിലുള്ള വിജയം SFI നേടിയിട്ടും അതിനിടയിൽ ഇത്തരം പ്രകോപനം KSUവിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടും പക്ഷേ അതിൽ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. എത്രയും പെട്ടെന്ന് അക്രമം നടത്തിയ KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണം. ഒപ്പം തന്നെ SFI പ്രവർത്തകർക്ക് നേരെ അക്രമം നടത്തിയ പോലീസുകാർക്കെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യമാണ് നിലവിൽ ഉന്നയിക്കുകയും ചെയ്യുന്നത്. മനു.